ഹായ് മകളെ, അങ്ങനെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നിങ്ങൾ ഇതാക്കണം കോൺഫിഡൻസോട് കൂടി എക്സാം ഹോളിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു 5 മണി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ചു വന്നിരിക്കുകയാണ്. എന്നാലും ടെൻഷൻ നല്ല ഓവർലോഡാണ് അല്ലേ. അപ്പോൾ എക്സാം എഴുതി കഴിയുന്നത് വരെ ആ ടെൻഷൻ നിങ്ങൾക്ക് മാറാൻ പോകുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങൾ എക്സാം ഹോളിൽ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എക്സാം ഹോളിൽ കയറിയതിന് ശേഷം അതിലെ ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് ഞങ്ങളുടെ ഈ 3 പേരുടെയും മുഖങ്ങൾ തന്നെയായിരിക്കും. കാരണം അത്രയധികം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത്. ഈ ഒരാഴ്ച കാലം നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാൻ പറ്റുമോ ആ ഭാഗത്തുള്ള എല്ലാ ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാ കോൺസെപ്റ്റും പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചത്. രാപ്പകലുകളില്ലാതെ കഷ്ടപ്പെടുന്ന ടീച്ചേഴ്സിനോടൊപ്പം അതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിച്ചവരാണ് നിങ്ങൾ വിദ്യാർത്ഥികൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. കാരണം ഇത്രയധികം പഠിക്കണമെന്ന് തോന്നിപ്പിച്ചത് ഞങ്ങളാണെങ്കിൽ ഇത്രയധികം പഠിക്കണമെന്ന് തീരുമാനിച്ചത് നിങ്ങൾ തന്നെയാണ്. എപ്പോഴും നിങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നടക്കാൻ പോകുന്ന +1 മാത്തമാറ്റിക്സിൻ്റെ എക്സാം നിങ്ങൾക്ക് ഏറ്റവും നല്ല എളുപ്പമായിട്ട്, അതായത് നിങ്ങൾ ഇതുവരെ എഴുതിയ മാത്തമാറ്റിക്സിൻ്റെ എക്സാമിൽ ഏറ്റവും എളുപ്പമാവട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പറയുകയാണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്, എന്തൊക്കെ എളുപ്പമാവുകയാണെങ്കിലും ചില അശ്രദ്ധകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസണുകൾ കൊണ്ട് ചില കുട്ടികൾക്കെങ്കിലും പരീക്ഷ ടഫായുമായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, അവിടെ നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ എഫേർട്ട് അത് മാക്സിമം നമ്മൾ എടുത്തു കഴിഞ്ഞവരാണ്. സോ നിങ്ങൾ പോസിറ്റീവായിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക, അടിപൊളിയായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ലേണിംഗ്. ബൈ.